എല്ലാ കൂട്ടുകാരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കപ്പ പെരട്ട് ഉണ്ടാക്കി നോക്കിയാലോ. അതായത് കപ്പ വേവിച്ചിട്ട് അതിൽ തേങ്ങ വറുത്ത് ചേർക്കുന്ന ഒരു രീതിയാണ്. അതിന് വേണ്ടി ഏകദേശം ഒരു 2.5 കിലോയോളം കപ്പ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് കൊത്തി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് വേവാൻ വെക്കുകയാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കപ്പയൊക്കെ മേടിക്കുമ്പം ഇങ്ങനെ ചെയ്താൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റോട് കൂടി ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-30 വറ്റൽമുളക്, സവാളയും ചെറിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അത് അവനവൻ്റെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം ഒരു 5-6 വെളുത്തുള്ളി, ആ കൂടെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ശകലം വെള്ളമേ ഒഴിക്കാവുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് ചതച്ചെടുക്കുക. വെള്ളം കൂടി അരച്ച് നീട്ടിക്കളയൽ. അത് അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. ഈ രീതിയിൽ ഈ പരുവത്തിൽ അത് ചതച്ചെടുക്കുക. അതായത് കപ്പയ്ക്കകത്ത് ഇതെല്ലാം തരിതരിയായിട്ട് കിടക്കണം. ആ കപ്പയുടെ വേവ് നമുക്കൊന്ന് നോക്കാം. കപ്പ ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ആവശ്യത്തിന് അത് വെന്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഒഴിക്കാതെ വലിയ തേങ്ങയ്ക്ക് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2-2.5 കിലോ കപ്പയുള്ളതുകൊണ്ട് തേങ്ങ വേണമെങ്കിൽ ഒരു മീഡിയം തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മൊത്തത്തിൽ ചിരണ്ടിയിട്ടാലും കുഴപ്പമില്ല. ഇത് വലിയ തേങ്ങയായതുകൊണ്ട് അരമുറി തേങ്ങ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു പാകമായി ഈ പരുവത്തിൽ അത് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ലൊരു കപ്പ പെരട്ടാണ്. ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. അത് ചീനിച്ചട്ടി ചൂടാക്കി കഴിയുമ്പം അതിലേക്ക് ഒഴിച്ചിട്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ വറ്റൽമുളകിൻ്റെയും ചെറിയ ഉള്ളിയുടെയും സവാളയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടെ ചതച്ച് വെച്ച മിക്സ് അതിലേക്ക് ഇടുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ശകലം ഒന്ന് വഴറ്റിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ അതിലേക്ക് ഇടുക. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. അതിൻ്റെ ആ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ, കപ്പയുടെയൊക്കെ ആ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ അതൊരു പരുവാകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരുന്ന ആ തേങ്ങ വറുത്ത് വച്ചിരുന്നത് അതിലേക്ക് ചേർക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. കപ്പയിൽ ഈ തേങ്ങ വറുത്ത് ഈ രീതിയിലത് നമ്മൾ ചെയ്തെടുക്കുന്നത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞ് നിങ്ങളും ഈ രീതിയിൽ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇപ്പം ഉപ്പ് ഒരു ശകലം പോരാഴിക തോന്നി ശകലം ഉപ്പ് കൂടെ ആ കൂടെ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം കടുക് താളിക്കണമെങ്കിൽ താളിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കടുക് താളിക്കുക. അതുകൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് വേറൊരു ലെവലിൽ വരും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.